തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജു കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് വിചാരണ കോടതിയിലാണ് ഹാജരായത്. കേസ് വിചാരണയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയാണ് ഹാജരായത്. ആന്റണി രാജു ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാകണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ എന്താണ്? വിചാരണ പുനരാരംഭിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിനെ തുടർന്നാണ് ആന്റണി രാജു കോടതിയിൽ നെടുമങ്ങാട് കോടതിയിൽ ഹാജരായത്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. എം പിമാരും എം എൽ എമാരും പ്രതികളായ കേസുകൾ വിചാരണയ്ക്ക് നടത്താൻ പ്രത്യേക കോടതികളുണ്ടെന്ന കാര്യം ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ കോടതിയിലേക്ക് ചൂണ്ടിക്കാട്ടി ചെയ്തു. തുടർന്നാണ് ഇതേപ്പറ്റി സുപ്രീം കോടതി വിധികളുണ്ടെന്നും അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. ഇത് വ്യക്തമാക്കുന്ന ഹർജി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് കേസ് തിങ്കളാഴ്ചയ്ക്ക് മാറ്റിവെച്ചു. കേസിന്റെ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. കാരണം സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഇരിക്കുന്നതുകൊണ്ട് ഈ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയും വിചാരണ കോടതിയും അത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഇനി കോടതി കേസ് പരിഗണിക്കുക. അന്ന് ആന്റണി രാജു എത്തേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ആന്റണി രാജു നെടുമങ്ങാട് വിചാരണ കോടതിയിൽ ഹാജരായി. വീണ. ഓക്കെ, ശരി പ്രശാന്ത്.